ഞാൻ സംസാരിക്കട്ടെ താങ്കളുടെ അവസരത്തിൽ കുറെ നേരം തോണ്ടിയതല്ലേ കുറച്ചേരം ഇത്ര കേട്ടതല്ലേ എടോ വിവരം കേട്ടവരൊന്നും മിണ്ടായിരിക്കും ഇവിടെ കാര്യം മാത്രം പ്രസവിക്കാൻ കാര്യം പറഞ്ഞിരിക്കുന്നത് ഞാൻ താങ്കൾ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ് ശബരിമല ദേവസ്വത്തിന്റെ ഭാഗമായ സ്വത്തുവകകൾ സംരക്ഷിക്കണമെന്ന ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ്. ഞാൻ തീർച്ചയായും അതിന് മറുപടി പറഞ്ഞിട്ടേ പോവുള്ളൂ. തീർച്ചയായും ഞാൻ അതിന് മറുപടി പറയും. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും സ്മാർട്ട് ക്രിയേഷൻസിനും മാത്രം കുറ്റം ആരോപിച്ച് മറ്റുള്ളവരാരോ രക്ഷപ്പെടാൻ വേണ്ടി പഴുതുകൾ തേടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. അത് ഡീറ്റെയിൽ ആയി പറയേണ്ടത് അദ്ദേഹത്തിന്റെ പൂർണ്ണ ചുമതലയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. UDFന്റെ പ്രതിനിധി പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല. ബഹുമാനപ്പെട്ട അങ്ങ് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പങ്കില്ല എന്ന് തന്നെ. പങ്കുള്ളവരാരെങ്കിലും ഇതിനകത്ത് ഉണ്ട് എങ്കിൽ ആ പങ്കുള്ളവർ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. ഇത് അന്നു മുതൽ ഇന്ന് വരെ CPMന്റെയും സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ആവർത്തിച്ച് പറയുന്നത് ഈ കാര്യം തന്നെയാണ്. ഇതിൽ ആരെങ്കിലും പങ്കുണ്ടോ പങ്കില്ലേ എന്നതിനെ സംബന്ധിച്ചുള്ള നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചു. അപ്പൊ നമ്മള് അതല്ല വേണ്ടത് ഇതല്ല വേണ്ടത് ഇന്നയാൾ കുറ്റക്കാരനല്ല ഇന്നയാളായിരിക്കും കുറ്റക്കാരൻ എന്ന് പറഞ്ഞ് പിന്നീട് വരുന്നതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് പിന്മാറില്ല. ഞാൻ പറയാം ഞാൻ കുറെ സമയം നേരത്തെ കേട്ടിരുന്നു. ഇനി ഈ ചോദ്യത്തിലേക്ക് എനിക്കിനി അവസരം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. അന്വേഷണം ശരിയായ ദിശയിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും BJPയും CBI വരണം എന്ന ആവശ്യം ഉയർത്തുകയാണ്. ഞങ്ങളെതിരല്ല, CBI വരട്ടെ. പക്ഷേ എനിക്കൊരു ചോദ്യം കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മേൽനോട്ടത്തിൽ നടക്കുന്ന കൃത്യമായ അന്വേഷണ പുരോഗതി അറിയിക്കണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഇത്ര ആഴ്ചയ്ക്കുള്ളിൽ ഈ അന്വേഷണം പൂർത്തീകരിക്കണം എന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുള്ള ഈ അന്വേഷണത്തിന് നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നുണ്ടോ ഇല്ലയോ? ഇതെന്റെ പ്രസക്തമായ ക്വസ്റ്റ്യനാണ്. കാരണം ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന നിലയിലുള്ള രേഖപ്പെടുത്തലുകൾ പുറത്തു വന്നതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കടന്നുവരവിനെ കുറിച്ചാണ് നിഷയുടെ ഒന്നാമത്തെ ചോദ്യം. ആ ബഹുമാനപ്പെട്ട നിഷയോട് എനിക്ക് പറയാനുള്ളത്, ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ശ്രീകോവിലിനകത്തേക്ക് എങ്ങനെ കടന്നു വന്നു എന്നതിനെ സംബന്ധിച്ചുകൂടെ ഈ അന്വേഷണത്തിനകത്ത് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ പരിസമാപ്തി ഒന്നാമത്തെ റെലവന്റ് ആയിട്ടുള്ള പോയിന്റ് അതായിരിക്കും. നമ്മൾ ആരെയും അന്വേഷണത്തിന് മുൻപേ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തേണ്ട, അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്ത് ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശ്രീകോവിലിനകത്തേക്ക് കടന്നു വരാൻ അവിടെ ഞാൻ പറയട്ടെ ശ്രീകോവിലിനകത്തേക്ക് കടന്നു വരാൻ, അവിടെ ഡിസൈഡിംഗ് ഫാക്ടർ ആകാൻ, ഒരുപക്ഷെ അവിടുത്തെ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ബോഡിയുടെ നേതൃത്വമായി അദ്ദേഹത്തിന് മാറാൻ എങ്ങനെ സാധിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വരാൻ വേണ്ടി പോകുന്നത്. അതിൽ ആരൊക്കെ പ്രതിയാകുമെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ മുൻപിലെത്തേണ്ട കാര്യമില്ല. സുരേഷ് കുമാർ, നിങ്ങൾക്കൊരു റോളും ഇല്ല എന്ന് പറയുമ്പോൾ ശബരിമലയിൽ ഒരു സ്പോൺസറെ ആവശ്യമുണ്ടെങ്കിൽ അത് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണോ ദേവസ്വം ഉദ്യോഗസ്ഥരാണോ എന്നുള്ള നേരെയുള്ള ചോദ്യമാണ്. ആ തീരുമാനത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ ഈ അന്വേഷണത്തെ കുറിച്ചേ അല്ല. അദ്ദേഹം സ്പോൺസറായി കടന്നു വന്ന നാൾ വഴിയെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഇവിടെ പാനലിസ്റ്റുകളായി വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. അദ്ദേഹം എങ്ങനെ അവിടെ വന്നു എന്നതിനെ ദേവസ്വം വകുപ്പ് ഭരിക്കുന്നത്. ശബരിമലയിൽ ഒരു സ്പോൺസറെ വേണമെങ്കിൽ അത് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണോ ദേവസ്വം ഉദ്യോഗസ്ഥരാണോ? നിഷ, അന്വേഷണം നടക്കുന്നതിന് മുൻപേ നമ്മൾ എന്തിനാണ് മുൻവിധിയിൽ എത്തിച്ചേരണമെന്ന് നിഷ വ്യഗ്രത കൊണ്ട്
ആവർത്തിച്ച് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അവതാരം സിസ്റ്റം എന്താണ്? ഞാൻ പറയട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അവതാരം ശബരിമലയുടെ ശ്രീകോവിലിനകത്തേക്ക് എങ്ങനെ കടന്നെത്തി എന്നതിനെ സംബന്ധിച്ച സമഗ്ര അന്വേഷണമായിരിക്കും ഈ നടക്കാൻ വേണ്ടി പോകുന്നത്. SITയുടെ അന്വേഷണത്തിനകത്ത് ഏറ്റവും റെലവന്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ആ തീരുമാനം എടുക്കുന്നത് ആരാണ്? അല്ലല്ല, ദേവസ്വം ബോർഡിന്റെ രണ്ടാമത് നിഷയോട് ചോദ്യം കൂടെ ചോദിച്ചു. ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് സുരേഷ് കുമാർ ആരാണ് സ്പോൺസറെ തിരഞ്ഞെടുക്കുന്നത്? സ്പോൺസറെ തിരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ച് അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സ്പോൺസറായി അവിടെ കടന്നു വരാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിലൂടെ വെളിപ്പെടും സ്പോൺസർ ആവണമെങ്കിൽ ആരാണ് തീരുമാനിക്കുന്നത്? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന എല്ലാവരും കൂടിയാണ് തീരുമാനിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന എല്ലാവരും കൂടെ. ഇവിടെ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് വിഷമമുണ്ടാകും, ചിലർക്ക് വിഷമമുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം മന്ത്രിയുണ്ടോ ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടോ? അല്ല, സ്പോൺസറുമായി ഏതെങ്കിലും രൂപത്തിലുള്ള പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ ദേവസ്വം ബോർഡ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോ എന്റെ നാവിൽ നിന്നും ഇത് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനല്ല. അന്വേഷണം നടക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് മുൻവിധിയോടുകൂടി അഭിപ്രായ പ്രകടനം നടത്തണമെന്നാണ് ചില മാധ്യമങ്ങൾ വാശിപ്പിടിക്കുന്നത് കേരളത്തിൽ. അത് ഈ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഞാനൊരു കാര്യം പറഞ്ഞത്, ആ ഉത്തരവാദിത്തങ്ങൾ പത്മകുമാർ നേതൃത്വം നൽകിയതും പ്രശാന്ത് നേതൃത്വം നൽകിയതുമായിട്ടുള്ള ബോർഡുകൾ നിറവേറ്റിയിട്ടുണ്ട് എന്ന് CPM-ന് അഭിപ്രായമുണ്ടോ? അല്ല, നിങ്ങൾ അവിടെ ബോധപൂർവ്വം ഒരു കാര്യം മറന്നു പോകുന്നത് എന്തിനാണ്? സ്മാർട്ട് ക്രിയേഷൻസ് ഇപ്പോ ഇതിനകത്ത് കടന്നു വന്നല്ലോ. സ്മാർട്ട് ക്രിയേഷൻസിന് പൂർണ്ണമായും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ, ശബരിമല മാത്രമല്ല മറ്റു പല ക്ഷേത്രങ്ങളിലെയും സ്വർണ്ണപ്പണികളുടെ പുനരുദ്ധാരണം നടത്തുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ്. കേരളത്തിൽ LDF-ന്റെ ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നപ്പോഴും UDF-ന്റെ ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നപ്പോഴും തിരുവിതാംകൂറിലെ പല ക്ഷേത്രങ്ങളും സ്മാർട്ട് ക്രിയേഷൻസ് ചെയ്തു. കേൾക്കാത്തതുപോലെ നടിക്കുന്നത് കൊണ്ടുകൂടിയാണ് 2024 ഹൈക്കോടതി ഉത്തരവിൽ ഹൈക്കോടതി ഇങ്ങനെ പറയുന്നു, ദേവസ്വം ബോർഡിനെ കുറിച്ചാണ് പറയുന്നത്. The board and those entrusted with the duty of managing the properties and affairs of Shabarimala Devaswam are duty bound to protect the property of the deity from any wrongful claims, theft or misappropriation. എന്ന് പറഞ്ഞാൽ ദേവസ്വത്തിന്റെ സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ളത് പ്രഥമവും പ്രധാനവുമായി ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. അവർക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി വളരെ കൃത്യമായി തന്നെ നിർവചിച്ചിട്ടുണ്ട്. ശ്രീ സുരേഷ് കുമാർ, ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ഈ കാര്യം ട്രാവൻകൂർ കൊച്ചിൻ ദേവസ്വം ആക്ടിൽ പറഞ്ഞിട്ടുള്ള ഈ ഉത്തരവാദിത്വം ഈ ദേവസ്വം ബോർഡ് നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലയോ? അല്ല, ഈ ദേവസ്വം ബോർഡ് അത് വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. UDF ദേവസ്വം ബോർഡിന്റെ അംഗങ്ങൾ തന്നെ അതിനകത്ത് കൈയിട്ട് വാരലും മോഷണവും ഇത്തരത്തിലൊരു ചർച്ചയും കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ പറഞ്ഞത് ശ്രീ സുരേഷ് കുമാർ, രണ്ടാഴ്ചക്കുള്ളിൽ പിടിവീഴും. അപ്പോഴും ഇതേ ഗൗരവത്തിൽ ചർച്ച നടത്താൻ നിഷ തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അത് അങ്ങനെയല്ല മറുപടി പറയേണ്ടത്. അത് ആ രൂപത്തിലല്ല. അവിടെ ശർക്കരയുടെ പേരിൽ അഴിമതി നടത്തി, ശർക്കരയുടെ പേരിൽ അഴിമതി നടത്തി. അല്ല, ആദ്യത്തെ കാര്യം ശ്രീ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. കാര്യം വാദങ്ങൾ പറയാനില്ലാത്തതുകൊണ്ട് ഞങ്ങളെയൊക്കെ ആക്രമിക്കുകയാണ്. സഖാവ് മനസ്സിലാക്കാനാണ്. ഒരാഴ്ചയായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യണമെന്ന് എല്ലാ ചാനലിലും പറയുന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യണം, സ്മാർട്ട് ക്രിയേഷൻസിനെ അറസ്റ്റ് ചെയ്യണം, അവരുടെ പിന്നിൽ നിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്യണം. അങ്ങ് തെറ്റിദ്ധരിക്കരുത്. രണ്ട്, എല്ലാ ബഹുമാനം വെച്ചോണ്ട് പറയട്ടെ, അങ്ങ് ഇതിൽ യാതൊരു റോളുമില്ല. അങ്ങ് പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുന്നതാണ്. ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ കമ്പിളിപ്പുതപ്പിന് ശേഷം ശ്രീമതി നിഷയോടുള്ള സംസാരത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ വഴുതി മാറൽ കാണുന്നത്.
ഇത് കാര്യം വളരെ സിമ്പിൾ അല്ലേ? ദേവസ്വം ബോർഡിന്റെ അനുമതിയോടും അറിവും നേതൃത്വത്തോടും കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്ഥാനങ്ങൾ അടിച്ചു മാറ്റി. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം അറസ്റ്റ് ചെയ്താൽ മതിയോ? പുറകിൽ നിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്യണ്ടേ? എനിക്ക് തോന്നുന്നു സാധാരണ വളരെ സ്ട്രോങ് ആയി സംസാരിക്കുന്ന ആയുധം എടുക്കുന്ന ജ്യോതികുമാർ ചാമക്കാല പോലും ആക്രമിക്കില്ല. കാര്യം പകുതിയായപ്പോ അദ്ദേഹവും വിട്ടു. കാര്യം ഇത്ര അദ്ദേഹം മനഃപൂർവ്വം നമ്മുടെ സഖാവ് അറിഞ്ഞുകൊണ്ട് ഈ രീതി സംസാരിക്കുന്നതിൽ എന്ത് കാര്യമുള്ളത്? അതുകൊണ്ട് കള്ളത്തരം നടന്നു അങ്ങ് മനസ്സിലാക്കുക. ശരി, നമ്മുടെ സമയപരിമിതി പോലെ ഞാൻ ഇടപെടുകയാണ്. ജ്യോതികുമാർ ചാമക്കാല 2 മിനിറ്റാണുള്ളത്. മോഷണമോ സ്പോൺസറെ കണ്ടെത്തലോ ഒന്നും ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതല്ല എന്നാണ് ഇപ്പോൾ CPM നേതാക്കളും മന്ത്രിമാരടക്കമുള്ളവരും പറയുന്നത്. നിങ്ങൾ എന്താണ് ഇതേക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? എത്ര വിചിത്രമായ വാദമായിട്ടാണ് വന്നിരിക്കുന്ന ആലോചിച്ചു. കേരളത്തിലെ ജനങ്ങളെയൊക്കെ എത്ര വിഡ്ഢികളാക്കുക. പക്ഷേ ഞാൻ പറയാത്ത കാര്യം ശ്രീ സുരേഷ് കുമാർ ദയവേത് താങ്കൾ ഇനി ഞാൻ സംസാരിക്കട്ടെ. താങ്കളുടെ അവസരത്തിൽ കുറെ നേരം ചോദിച്ചതിന് ശേഷം ചാമക്കാല പറയും. ഇത്ര നേരം കേട്ടതല്ലേ? അല്ല, ഞാൻ നിങ്ങളോടാണ് നിഷയോടാണ് പറഞ്ഞത്. ഞാൻ പറയാത്ത കാര്യം പറയരുതെന്നാണ് പറഞ്ഞത്. അപ്പോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ പറയാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് വീട്ടിൽ പോയി നോക്കിയാൽ മതി. ഞങ്ങൾ പറയട്ടെ, സംസാരിക്കട്ടെ. ഇതൊരു ചർച്ചയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായും പ്രശ്നം ഇപ്പൊ എന്താ ഇപ്പൊ പറഞ്ഞു വരുന്നത്? ഇപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അവിടുത്തെ ഉദ്യോഗസ്ഥരും മാത്രമല്ല എടോ വിവരം കേട്ടവരൊന്നും മിണ്ടായിരിക്കും. ഇവിടെ കാര്യം മാത്രം പ്രസവിക്കാൻ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഞാൻ താങ്കൾ എടോപോടെന്നൊക്കെ വിളിക്കുന്നത് വീട്ടിലേതെങ്കിലും മുതിർന്ന ആളുകളുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി, ഇങ്ങോട്ട് വിളിക്കണ്ട. തന്റെ അവസരം വീട്ടിൽ ആരെങ്കിലും മുതിർന്നവരുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി, അവരെ വിളിച്ചാൽ മതി, ഇങ്ങോട്ട് വിളിക്കണ്ട. ഇങ്ങോട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞേട്ടാ നമുക്ക് അത്തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും വേണ്ട. പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ഡിബേറ്റിലേക്ക് പോകാൻ ശ്രീ ചാമക്കാല. ശ്രീ സുരേഷ് കുമാർ വേണ്ട. ശ്രീ ചാമക്കാല പറഞ്ഞു പൂർത്തിയാക്കും. ഞാൻ വിളിച്ചില്ലല്ലോ, മര്യാദയ്ക്ക് തിരുവാതുറപ്പിക്കല്ലേ? അത്തരം വെല്ലുവിളികളോ ഭീഷണിയോ ഒന്നും വേണ്ട. ഈ പ്ലാറ്റ്ഫോം ഒന്നും അനുവദിക്കാൻ കഴിയില്ല. തന്നെ കീഴെ വീട്ടുകാരനാണോ താനാരാ? ഞാൻ എന്റെ അവസരത്തിൽ സംസാരിക്കുമ്പോൾ മിണ്ടായിരിക്കാൻ പറയണം. വിവരം കേട്ടവൻ, മനസ്സിലായില്ലേ? എന്നെ മര്യാദ പഠിപ്പിക്കാൻ മുതലോ ആദ്യം എന്നെ മര്യാദ പഠിപ്പിക്കാൻ മുതലോ ഞാൻ ഉണ്ടായിരുന്നില്ലേ? എന്നെ മര്യാദ പഠിപ്പിക്കാൻ മുതലോ ഞാൻ ഉണ്ടായിരുന്നില്ലേ? ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഞാൻ താങ്കൾ മിണ്ടായിരിക്കണോ? ഞാൻ മിണ്ടായിരുന്ന ആളാ. ഞാൻ സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് മാന്യമായിട്ടുള്ള ഡിബേറ്റിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതിന് മാത്രമേ ഈ പ്ലാറ്റ്ഫോം സുരേഷ് കുമാർ ഞാൻ രണ്ടുപേരും അഭ്യർത്ഥിക്കുകയാണ്. വന്നാൽ വിളിക്കും, വിളിപ്പിച്ചാൽ വിളിക്കും, വിളിക്കേണ്ടി വന്നാൽ വിളിക്കും, വിളിപ്പിച്ചാൽ വിളിക്കും. സാധാരണ മനുഷ്യൻ കൂടുതൽ വേണ്ട, മര്യാദയ്ക്ക് സംസാരിക്കണം. പറഞ്ഞേട്ടാ, താൻ ആരോടെ എടാന്ന് വിളിക്കാൻ? താൻ ആരാ എന്നെ എടാന്ന് വിളിക്കാൻ? പിണറായിക്ക് എന്താ 3 കാലുണ്ടോ? താൻ ആരാ 4 കാലുണ്ടോ? ശ്രീ സുരേഷ് കുമാർ ദയവായി സഹകരിക്കണം. രണ്ടുപേരും പ്രകോപനം ഉണ്ടാക്കരുത്. ശ്രീ ചാമക്കാല ദേവസ്വം ബോർഡിന്റെ പറഞ്ഞത് ചാനൽ എടോ നല്ല വിളിച്ച് സംസാരിക്കേണ്ടത്, മനസ്സിലായോ? താൻ മര്യാദ പഠിപ്പിക്കണം. താൻ ആരെടുത്താ മര്യാദ കാണിക്കുന്നത്? ഞാൻ തന്നെ പോലെ നീ എടോന്ന് വിളിക്കുമ്പോ ചോദിച്ചാൽ ഉത്തരം പറയില്ല. ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ അവസരത്തിൽ ഞാൻ താങ്കളുടെ അവസരത്തിൽ ഞാൻ ഇടപെട്ടപ്പോ താങ്കൾ എടാ പടം വിളിക്കാൻ മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദയ്ക്ക് സംസാരിക്കണം. അതേപോലെ കേൾക്കും. അല്ലല്ല, അതേപോലെ കേൾക്കും.
പാലും ചൂട്ടി പോകില്ല. അങ്ങനെ പോകുന്നവർ കാണുമായിരിക്കും. അങ്ങനെയുള്ളവരായിരിക്കും സ്വന്തം പാർട്ടി കണ്ടിട്ടുള്ളത്. ഞാൻ തന്നെ അഭിപ്രായം താൻ ആര്? നീ ഒന്നുമല്ല, അങ്ങനൊന്നും പറഞ്ഞു പഠിക്കരുത്. ഞങ്ങളാകുമ്പോ നീ ഒന്നുമല്ല. അങ്ങനെ ശ്രീ സുരേഷ് കുമാർ, ഈ പ്ലാറ്റ്ഫോം ദയവേത് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾക്ക് ഉപയോഗിക്കരുത്. ആരാ വെല്ലുവിളിക്ക് ആരാ ഉപയോഗിച്ചത്? എടോ പോടാ വിളിച്ചത്. ശരി, നമുക്ക് എന്തായാലും എനിക്ക് ഈ തരത്തിൽ ഈ ചർച്ച തുടരാൻ കഴിയില്ല. വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യമാണ്.